ഇന്ന് നമ്മൾ പഠിക്കുന്ന സ്വലാത്ത് ചൊല്ലിയാലേ നമ്മുടെ പാപങ്ങൾ മാത്രമല്ല, നമ്മുടെ മാതാപിതാക്കളുടെ പാപങ്ങൾ പോലും അള്ളാഹു പുറത്തു തരുമത്രേ. അതുപോലെ തന്നെ ഈ സ്വലാത്തൊരു മനുഷ്യൻ ചൊല്ലിയാലേ അതിൻ്റെ പ്രതിഫലം എഴുതി 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 മലക്കുകൾ പോലും ക്ഷീണിക്കുമെന്ന് കിതാബുകളിൽ കാണാം. തീർന്നിട്ടില്ല, ഇനിയും ഒരുപാട് പ്രതിഫലങ്ങൾ. ഏതാണ് ആ സ്വലാത്ത്, എന്തൊക്കെയാണ് ഇതിൻ്റെ മഹത്വങ്ങൾ, പഠിക്കാം, ജീവിതത്തിൽ അന്വർത്ഥമാക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ല എൻ്റെ സഹോദരങ്ങൾക്ക്? ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ടൊരു അൽഹംദുലില്ലാഹ് പറഞ്ഞേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഈ ഒരു സന്തോഷം അള്ളാഹു എന്നെന്നും നിലനിർത്തുമാറാകട്ടെ. നമ്മളൊക്കെ സഹോദരങ്ങളാണല്ലേ. ചിലർ കമൻറ്റ് ചെയ്തു, ഞങ്ങളുടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളെന്ന് ഉസ്താദ് അഭിസംബോധന ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ആരൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു, അത്രമേൽ ജീവിതത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്ത ചിലരൊക്കെ ഉണ്ട്. എങ്ങനെയാണ് നിങ്ങൾ ഒറ്റപ്പെടുന്നത്? ഒന്ന്, നമ്മൾ അള്ളാൻ്റെ അടിമകളാണ്. നമ്മളെ അള്ളാഹുവോളം സ്നേഹിക്കുന്ന മറ്റൊരാളും ഇല്ല. മറ്റൊന്ന്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്താണ് നമ്മൾ, അല്ലേ? നമ്മുടെ ഉമ്മയേക്കാൾ ഉപ്പയേക്കാൾ നമ്മെ ഇഷ്ടപ്പെടുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവരൊക്കെ നമുക്കുള്ളപ്പോൾ നമ്മളെങ്ങനെയാണ് തനിച്ചാവണേ? അത് മാത്രമല്ലല്ലോ, നമ്മൾ റസാ വ്ളോഗ്സ് കുടുംബമാണ്. നമ്മൾ ഓരോരുത്തരും കുടുംബാംഗങ്ങളാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യേണ്ടവരാണ്. നാളെ സ്വർഗീയ ലോകത്ത് ഒരു കുടുംബമായി ഒന്നിച്ചൊരുമിച്ചിരിക്കേണ്ടവരാണ് ഹബീബിൻ്റെ സന്നിധിയിൽ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ തനിച്ചല്ലാന്നേ. ഈ വിഷമിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയട്ടെ, നിങ്ങൾ സങ്കടപ്പെടണ്ട. ഞങ്ങളൊക്കെ നിങ്ങളോടൊപ്പമുണ്ട്. ഞങ്ങളൊക്കെ നിങ്ങളുടെ സഹോദരങ്ങളാണ്. നിങ്ങളെ ഓർക്കാത്ത ഒരു ദുആ പോലും റസാ വ്ളോഗ്സ് കുടുംബത്തിലെ ഒരാൾക്കും ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ ഈ ബാന്ധവം എന്നെന്നും നിലനിർത്തുമാറാകട്ടെ. അപ്പോൾ സ്വബാഹുൽ ഖൈറിലാണ് നമ്മളുള്ളത്. സുബ്ഹ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നല്ല എനർജി ഫീൽ ചെയ്തിരിക്കുകയാണ്. ചിലരൊക്കെ സങ്കടത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. സങ്കടപ്പെടല്ലേ. നമ്മളിന്ന് പഠിക്കുന്നത് സ്വലാത്താണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നൊരു മനുഷ്യന് എന്ത് സങ്കടം! ആ കണ്ണീരൊപ്പാൻ അഷ്റഫുൽ ഖൽഖുണ്ടാകുമെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ചൊല്ലേണ്ടതുപോലെ ഇഖ്ലാസോടെ ഒന്ന് ചൊല്ലി നോക്ക്. ആരംഭപ്പൂവായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടാകും നമ്മുടെ കണ്ണുനീരൊപ്പിത്തരാൻ. അള്ളാഹുവെ, ഞങ്ങൾക്ക് ആ സൗഭാഗ്യം നൽകണേ റഹ്മാനെ. അപ്പോൾ സ്വലാത്ത് എന്താണ്? സ്വലാത്ത് എന്ന് പറഞ്ഞാൽ സ്വലാത്ത് വല്ലാത്ത പവറുള്ളൊരു സാധനമാണ്. നമ്മുടെ സങ്കടങ്ങൾ നീക്കാൻ, വിഷമതകൾ നീക്കാൻ, ആപത്തിൽ നിന്ന് തടയാൻ, എല്ലാത്തിനും പടച്ചവൻ സ്വലാത്തിനെ ഒരു കാരണമാക്കി അങ്ങ് വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ 2 സ്വലാത്ത് പഠിക്കുന്നുണ്ട്. അത്ഭുതമാണ് സ്വലാത്ത്. ഈ 2 സ്വലാത്ത് ലൈഫിൽ അപ്ലൈ ചെയ്താലുണ്ടല്ലോ, അൽഹംദുലില്ലാഹ്, ലൈഫ് അടിപൊളിയായി തീരും, ഉറപ്പാണ് ഇൻഷാ അല്ലാഹ്. സ്വലാത്തിൻ്റെ ഒരു സ്ഥാനമെന്ന് പറയുന്നത്, അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങൾ പറയുന്നത് കാണാം, മുറബ്ബിയായ ഒരു ഷെയ്ഖിൻ്റെ സ്ഥാനത്താണ് സ്വലാത്ത്. മുറബ്ബിയായ ഒരു ഷെയ്ഖിൻ്റെ സ്ഥാനം. ഇന്നിപ്പോൾ നമുക്കൊരു ഷെയ്ഖിനെ കിട്ടിയില്ല എന്ന് വെക്കാം. അതായത് നമ്മളൊരു തെറ്റിലേക്ക് പോകുമ്പോൾ ഷെയ്ഖിൻ്റെ ഡ്യൂട്ടി എന്താണ്? മുറബ്ബിയായ ഷെയ്ഖാണെങ്കിൽ ആ തെറ്റിൽ നിന്ന് അവനെ തടയണം. അത് ജീവിച്ചിരിക്കുന്ന ആളാണെങ്കിലും വഫാത്തായി പോയ ആളാണെങ്കിലും ആ തെറ്റിൽ നിന്ന് അവനെ തടയുന്ന, അവനെ നേർവഴിക്ക് നടത്തുന്ന ഒരു ഷെയ്ഖ് നമുക്കില്ല എന്ന് വെക്കുക. നമുക്കിന്നില്ല അങ്ങനെ ഒരു ഷെയ്ഖ് എന്ന് മനസ്സിലാക്കുന്ന ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ മതി. ധാരാളം സ്വലാത്ത് ചൊല്ലേണ്ടതുപോലെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് വെച്ച് സ്വലാത്ത് ചൊല്ലിയാൽ സ്വലാത്ത് ഷെയ്ഖിൻ്റെ സ്ഥാനത്ത് നിൽക്കും. നിന്നെ അപകടങ്ങളിൽ നിന്ന് തടയും, ടെൻഷനിൽ നിന്ന് തടയും, വഴിതെറ്റിപ്പോകുന്നതിൽ നിന്ന് തടയും. എല്ലാത്തിൻ്റെയും മുമ്പിൽ നടക്കാൻ സ്വലാത്ത് നമുക്ക് മാർഗദർശിയായിട്ടുണ്ടാകും, ഒരു ഷെയ്ഖായി ഉണ്ടാകുമെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വലാത്ത് പിൻപറ്റാൻ നമുക്ക് എന്താണ് മടി സഹോദരങ്ങളെ? നമ്മുടെ മക്കളെയും ശീലിപ്പിക്കുക. കുഞ്ഞു വയസ്സ് മുതൽ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലുക, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലേ? സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. നമ്മുടെ കുഞ്ഞുമക്കളെ ശീലിപ്പിക്കുക, അവർ സ്വലാത്ത് ചൊല്ലട്ടെ. പണ്ടൊക്കെ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ ദിക്റും സ്വലാത്തും ഒക്കെ കേട്ട് പഠിച്ചതും ഉമ്മായും ബാപ്പായും ഒക്കെ ഒരുമിച്ചിരുന്ന് ചൊല്ലുന്നത് കണ്ടിട്ടാ, ഇല്ലേ? മഗ്രിബിൻ്റെ ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ വാപ്പ അൽ-ഫാത്തിഹ വിളിക്കും, ഇല്ലേ? വാപ്പ അൽ-ഫാത്തിഹ വിളിക്കുമ്പോൾ ഉമ്മയും മക്കളൊക്കെ കൂടെ ഇരുന്ന് ഫാത്തിഹ സൂറത്തോതും യാസീനോതും. എന്നിട്ട് അറിയുന്ന ഒരു ദുആ വാപ്പ ഇങ്ങനെ ദുആ ചെയ്യുമ്പോൾ മക്കളും ഉമ്മായും കൂടെ ചേർന്നിരുന്ന് ആമീൻ പറയും. ആ ഒരു സദസ്സൊക്കെ വീട്ടിൽ നിന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ, കമൻറ്റിൽ പറയണം. അങ്ങനെയുള്ള സദസ്സ് ഇപ്പോഴുണ്ട്. വീട്ടിൽ ഭർത്താവ് ഇങ്ങനെ യാസീൻ വിളിക്കും, ഫാത്തിഹ വിളിക്കും, ഒരുമിച്ചിരുന്ന് യാസീൻ ഓതി ദുആ ചെയ്യുമ്പോൾ എല്ലാവരും കൂടെ ആമീൻ പറയുന്നൊരു സദസ്സൊക്കെ വീട്ടിലുണ്ടെങ്കിൽ, ഇന്നും അത് നിലനിർത്തി പോരാൻ കഴിയുന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു കാവലാണ്. സ്വലാത്ത് ഒരു 33 സ്വലാത്തും ദിക്റും ഒക്കെ മക്കളെ കൊണ്ട് ചൊല്ലിപ്പിക്കുക. എന്നും മഗ്രിബിന് ശേഷം മക്കളെ കിട്ടാനില്ല നമുക്കല്ലേ? യാ അല്ലാ, ചെറിയ LKG കുട്ടിക്ക് പോലും ഹോംവർക്കാണ്, ട്യൂഷനാണ്.
ശരിക്കും ഈ CBSE സിലബസിൽ ഞാൻ മനസ്സിലാക്കുന്നത് 4ാം ക്ലാസ് വരെ ഹോംവർക്ക് കൊടുത്തുവിടാൻ പാടില്ല എന്നാണ്. എത്ര സ്കൂളുകൾ അത് ഫോളോ ചെയ്യുന്നുണ്ട്? ശരിക്കും അത് ഒരു സൈക്കോളജിക്കലി അത് പാടില്ല. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ കുഞ്ഞു മക്കൾ സ്കൂളിലിരുന്ന് അത്രത്തോളം പ്രൊഫഷണലായ ആളുകളുടെ ഇടയിലിരുന്ന് പഠിക്കുകയാണ്. എന്നിട്ട് വീട്ടിലേക്ക് ഹോംവർക്ക് കൊണ്ടുവന്ന് ഉമ്മാടെയും അപ്പം എഴുതടിയത് ഇല്ലേ, നമ്മൾ ബഹളം ഉണ്ടാക്കിയിട്ട് എഴുത് ഇല്ലേ, ഇങ്ങനെയൊക്കെ പറയും. എന്തിനാണ് ആ പാട് കഴിക്കുന്നത്? ആ സ്കൂളിൽ നിന്നും മാത്രം പഠിച്ചിട്ട് എക്സാം എഴുതുന്ന എത്ര കുട്ടികളുണ്ട്. വളരെ വിരളാണ് അങ്ങനെയുള്ള സ്കൂളുകൾ ഹോംവർക്ക് കൊടുത്തു വിടാത്തത്. LKG മുതൽ തന്നെ ഈ ചാക്കും ചുമന്ന കുഞ്ഞു മക്കൾ സ്കൂളിൽ പോകും, തിരിച്ചു വന്ന് ഹോംവർക്കും ഉറക്കവും ഇല്ല, ആകെപ്പാട് ടെൻഷൻ. അപ്പോൾ നമ്മുടെ മക്കൾക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാകട്ടെ എന്ന് മാത്രം പറയാണ്. അപ്പോൾ ഒരു മനോഹരമായ സ്വലാത്ത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. മഹാനായ ഇമാം യൂസുഫ് നബഹാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്ന മനോഹരമായ, മറ്റു പല കിതാബുകളിലും കാണാം ഒരു സ്വലാത്ത്. ഈ സ്വലാത്ത് ചൊല്ലിയാൽ നമ്മുടെ ബാപ്പക്കും ഉമ്മക്കും പോലും ഗുണാണ്. യാ അല്ലാഹ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നൊരു ഹദീസ് പോലും ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് ഗുണമുണ്ട്, ബാപ്പയ്ക്കും ഉമ്മക്കും ഗുണമുണ്ട്. ഗുഫിറ ലഹു വലിവാലിദൈ, ഇത് ചൊല്ലുന്ന മനുഷ്യനും അവൻ്റെ മാതാപിതാക്കൾക്കും അള്ളാഹു പുറത്തു കൊടുക്കുമത്രേ. അതിനേക്കാൾ വലിയ മഹാഭാഗ്യം നമുക്കെന്താ വേണ്ടത്? യാ അല്ലാഹ്, ഈ സ്വലാത്ത് നമ്മൾ ഒരു തവണ ചൊല്ലിയാൽ നമുക്ക് മാത്രമല്ല പുറത്തു തരാം, അത് ഹൃദ്യമായി ഇഖ്ലാസോടെ ചൊല്ലണം കേട്ടോ. ചൊല്ലുകയാണെങ്കിൽ നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും കരുണക്കടലായ റബ്ബുൽ ആലമീനായ തമ്പുരാൻ പുറത്തു തരുമെന്നാണ്. ഒരു തവണ ചൊല്ലിക്കഴിഞ്ഞാൽ മറ്റൊരു പ്രതിഫലം നമ്മൾ ഞെട്ടിക്കുന്നതാണ്. ഒരു തവണ ഈ സ്വലാത്ത് ചൊല്ലിയാൽ 1000 പ്രഭാതങ്ങളിൽ 70 മലക്കുകൾ ഇതിൻ്റെ പുണ്യം രേഖപ്പെടുത്തി ക്ഷീണിച്ചു പോകും. അതായത് ഇതൊരു മനുഷ്യൻ ചൊല്ലിക്കഴിഞ്ഞാൽ അവന് കൊടുക്കുന്ന പുണ്യം 1000 പ്രഭാതങ്ങളിൽ മലക്കുകൾ ഇങ്ങനെ എഴുതി മലക്കുകൾ പോലും കുഴഞ്ഞ് ക്ഷീണിച്ചു പോകുന്നൊരവസ്ഥയിലേക്ക് എത്തും. അത്ര മഹത്വമുള്ള സ്വലാത്ത്. യാ അല്ലാഹ്, ഏതാണ് ആ സ്വലാത്ത്? എന്നോടൊപ്പം ഒന്ന് ചൊല്ലിക്കേ. അല്ലാഹുമ്മ യാ റബ്ബ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ വ ആഅതി മുഹമ്മദൻ അദ്ദറജത വൽ വസീലത ഫിൽ ജന്ന. اللهم يا رب محمد وآل محمد أجزي محمدا صلى الله عليه وسلم ما هو أهله. ونورا نوايشوك. اللهم يا رب محمد وآل محمد صل على محمد وآل محمد وأعط محمدا الدرجة والوسيلة في الجنة. اللهم يا رب محمد وآل محمد أجزي محمدا صلى الله عليه وسلم ما هو أهله. എന്താണ് അതിൻ്റെ ആശയം? അല്ലാഹുവേ യാ റബ്ബ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവിടുത്തെ കുടുംബത്തിൻ്റെയും നാഥനായ അല്ലാഹുവേ, സ്വല്ലി നീ സ്വലാത്ത് ചെയ്യണേ, അലാ മുഹമ്മദിൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലും, വ ആലി മുഹമ്മദിൻ അവിടുത്തെ കുടുംബത്തിൻ്റെ മേലിലും നീ നൽകണമേ, സ്വലാത്ത് ചെയ്യണമേ. വ അഅതി മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദറജത വൽ വസീലത ഫിൽ ജന്ന, സ്വർഗീയ ലോകത്ത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ സ്ഥാനവും വസീല എന്ന ദറജയും നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ യാ റബ്ബ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും കുടുംബത്തിൻ്റെയും നാഥനായ അല്ലാഹുവേ, അജ്സി നീ പ്രതിഫലം നൽകണമേ, മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ പ്രതിഫലം നൽകണമേ, മാഹുവ അഹ്ലു അവിടത്തേക്ക് അർഹതപ്പെട്ട പ്രതിഫലം നീ കൊടുക്കണേ അല്ലാഹ്. സുബ്ഹാനല്ലാഹ്, ഇത്ര മനോഹരമായ സ്വലാത്ത്. നമ്മൾ ദുആ ചെയ്തിട്ട് വേണ്ട മുത്തുനബിക്ക് പ്രതിഫലം കിട്ടാൻ, ഇല്ലേ? നമ്മൾ ദുആ ചെയ്തിട്ട് വേണം. അല്ലാഹുവിൻ്റെ ഹബീബിന് അല്ലാഹ് എല്ലാം കൊടുത്തില്ലേ, പിന്നെ എന്തിനാ നമ്മൾ അങ്ങനെ പറയണേ? നമ്മൾ പറയുമ്പോൾ ഗുണം കിട്ടുന്നത് നമുക്കാണ്, മുത്തുനബിക്കല്ല. ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലുമ്പോൾ അതിൻ്റെ ഗുണം മുത്തുനബിക്ക് ഗുണം ചെയ്യണേ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഗുണം ലഭിക്കുന്നത് നമുക്കാണ്. യാ അല്ലാഹ്, ഈ സ്വലാത്ത് ഒരു തവണ നമ്മൾ ചൊല്ലിയാൽ നമുക്ക് പുറത്തു തരും, നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. മാത്രമല്ല 70 പ്രഭാതങ്ങളിൽ ഇതിൻ്റെ ഫലം എഴുതി മലക്കുകൾ പോലും ക്ഷീണിച്ചു പോകുമെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. സുബ്ഹാനക യാ റബ്ബ്. അപ്പോൾ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും മരിച്ചുപോയവരാണെങ്കിലും എൻ്റെ ഉമ്മാക്ക് നീ പൊറുക്കണേ റബ്ബേ എന്ന് ദുആ ചെയ്യുന്നതോടൊപ്പം ഈ സ്വലാത്തൊന്ന് ചൊല്ലിക്കൊടുക്ക്. അവരുടെ ഹൃദയം സന്തോഷം കൊണ്ടിങ്ങനെ തുള്ളിച്ചാടും, ഖബറിൽ പ്രകാശമയം അവർ അനുഭവിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു സ്വലാത്തും കൂടെ ഞാൻ പഠിപ്പിച്ചു തരാം. ഇതിൻ്റെ ഒരു ഭാഗം നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്, വളരെ ചെറിയൊരു സ്വലാത്ത്. നമ്മൾ എപ്പോഴും ചൊല്ലുന്നൊരു സ്വലാത്താണ്, പക്ഷെ ഫലമറിഞ്ഞു ചൊല്ലുമ്പോൾ അതിൻ്റെ മഹത്വം ഇരട്ടിയാണ്. മൻ ഖാല ഹാദിഹി സ്വലാഹ്, ഈ സ്വലാത്ത് ഒരു മനുഷ്യൻ ചൊല്ലിയാൽ ഫഖദ് ഫതഹ അലാ നഫ്സിഹി 70 ബാബൻ മിനർ റഹ്മ,
70 കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ അവന് തുറന്നു കൊടുക്കുമെന്ന് സ്വാലിഹീങ്ങൾ പറയണം. 70 കവാടങ്ങൾ. യാ അല്ലാഹ്, നമ്മുടെ മേൽ കരുണക്കടലായ തമ്പുരാൻ്റെ കാരുണ്യം വർഷിക്കാൻ ഈ സ്വലാത്ത് ഒന്ന് ചൊല്ലിയാൽ മതി. വഅൽഖല്ലാഹു മഹബ്ബതഹു ഫീ ഖുലൂബിന്നാസ്, ജനങ്ങളുടെ മനസ്സിൽ മുഴുവൻ നമ്മളോടുള്ള സ്നേഹം അല്ലാഹ് ഇട്ടുകൊടുക്കും. ജനങ്ങളുടെ മനസ്സിൽ മുഴുവൻ നമ്മളോടുള്ള സ്നേഹം അല്ലാഹ് ഇട്ടുകൊടുക്കുമെന്ന് പറയണേ. യാ റബ്ബന, അത്ര മഹത്തരമായൊരു സ്വലാത്ത്. ജനങ്ങൾ നമ്മളെ സ്നേഹിക്കും. മാത്രമല്ല, ആർക്കാണ് നമ്മളോട് സ്നേഹം ഉണ്ടാവാതിരിക്കുക? ഈ സ്വലാത്ത് ചൊല്ലിയിട്ടും ഒരാൾ നമ്മളോട് സ്നേഹിക്കുന്നില്ലെങ്കിൽ, സ്നേഹം കാണിക്കുന്നില്ലെങ്കിൽ, ദേഷ്യമാണ് കാണിക്കുന്നതെങ്കിൽ അവൻ മുനാഫിക്കാണ്. നമ്മളറിയാത്ത ആളുകൾ പോലും ഈ സ്വലാത്ത് നമ്മൾ ചൊല്ലിയാൽ നമ്മളെ സ്നേഹിക്കും എന്നാണ്. യാ അല്ലാഹ്. മാത്രമല്ല, ഇതിൻ്റെ മറ്റൊരു പ്രതിഫലം എന്ന് പറയുന്നത് അള്ളാഹു നമ്മുടെ ശത്രുക്കളെ പരാജയപ്പെടുത്തും. നമുക്കെതിരെ കുതന്ത്രങ്ങൾ മെനയുന്നവരുണ്ടെങ്കിൽ ഈ സ്വലാത്ത് നമ്മൾ ചൊല്ലുന്നത് കൊണ്ട് അവരുടെ കുതന്ത്രങ്ങളൊക്കെ പാഴായി പോകും. മാത്രമല്ല, ഈ സ്വലാത്ത് 7 ആഴ്ച ഒരു മനുഷ്യൻ മുടങ്ങാതെ ചൊല്ലിയാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവൻ കനവിൽ കാണുമത്രേ. ഇത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. യാ അല്ലാഹ്. ഒരു സ്വഹാബിയുടെ അനുഭവം കൂടെ ഞാൻ മുൻപ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഒരു സ്വഹാബി ഷാമിൽ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വരാൻ, യാ റസൂലല്ലാഹ്, എൻ്റെ ഉപ്പക്ക് വയസ്സായി നബിയെ, കാണാൻ വലിയ കൊതിയുണ്ട്. നബി നിങ്ങൾ വരാൻ പറയുന്നുണ്ട്. പക്ഷേ യാ റസൂലല്ലാഹ്, എൻ്റെ ഉപ്പ അവിടത്തേക്ക് കണ്ണ് കാണില്ല, ഭയങ്കര പ്രായമായി, അങ്ങയെ കാണാൻ കൊതിയുണ്ട്, പക്ഷേ വരാൻ കഴിയുന്നില്ല. അപ്പോൾ അല്ലാഹുവിൻ്റെ ഹബീബ് പറയുന്നുണ്ട്, 7 ആഴ്ചകളിൽ ഇല്ലേ, ഫീ സബ്ഇ ഉസ്ബുഇൻ, 7 ആഴ്ചകളിൽ ഈ സ്വലാത്ത് നിങ്ങളുടെ ഉപ്പയോട് ചൊല്ലാൻ പറയൂ. ഏതാണ് ആ സ്വലാത്ത്? സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. അത്രയേ ഉള്ളൂ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് ഫഇന്നഹു യറാനി ഫിൽ മനാം, അദ്ദേഹം എന്നെ സ്വപ്നത്തിൽ കണ്ടുകൊള്ളും. ഫഫഅല ഫറഅ ഫിൽ മനാം, അങ്ങനെ ആ മനുഷ്യൻ ചെയ്തു. അദ്ദേഹം സ്വപ്നത്തിൽ കണ്ടു മുഹമ്മദ് മുസ്തഫയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. നേരിട്ട് കാണാൻ കണ്ണിന് കാഴ്ചയില്ലെങ്കിലും ഉൾക്കണ്ണുകൊണ്ട് സ്വപ്നത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ഈ സ്വലാത്ത് കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി മുഹമ്മദ് എന്ന നാമം കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമ്മൾ പറയുമല്ലോ. അതുകൊണ്ടാണ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ പ്രതിഫലം? 70 റഹ്മത്തിൻ്റെ കവാടം തുറക്കപ്പെടും. അതുപോലെ തന്നെ ജനങ്ങൾ നമ്മെ സ്നേഹിക്കും. ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന സംഭവമാണ്. അതുപോലെ തന്നെ സ്വലാത്തിൻ്റെ ഒരുപാട് അത്ഭുതങ്ങൾ ഈ സ്വലാത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. ശത്രുക്കൾ പരാജയപ്പെടും. 7 ആഴ്ച തുടർച്ചയായി നമ്മൾ ഓതിയാൽ ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനും കഴിയും. ഈ ഇഖ്ലാസോടെ ആ ബോധ്യത്തിൽ ചൊല്ലണം. അപ്പോൾ സ്വലാത്ത് നമുക്ക് എല്ലാത്തിനും പ്രതിഫലമാണ്, എല്ലാത്തിനും പരിഹാരമാണ്, ഒരു പരിചയമാണ്. അസ്സലാത്തു അലൻ നബി والسلام على الرسول الشفيع الأبطحي والحبيب العربي. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിhi അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദ്. അർഹമുർ-റാഹിമായ കരുണക്കടലായ തമ്പുരാനെ, പറഞ്ഞതത്രയും സ്വാലിഹായ അമലായി സ്വീകരിക്കണേ അല്ലാഹ്. സ്വലാത്തുൻ നബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പതിവാക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാഹ്. ആ സ്വലാത്തിനെ ഞങ്ങൾക്ക് വഴി നടത്തുന്ന മാർഗദർശിയാക്കി തീർക്കണേ അല്ലാഹ്. സ്വലാത്ത് മുറുകെ പിടിക്കുന്ന മക്കളായി, സന്താനങ്ങളായി, ഇണകളാക്കി ഞങ്ങളെ നീ മാറ്റി തീർക്കണമേ തമ്പുരാനെ. അർഹമുർ-റാഹിമായ അല്ലാഹ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ, പ്രത്യേകിച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. പ്രയാസങ്ങളെ ദൂരീകരിക്കണേ അല്ലാഹ്. ഇന്നും വരും ദിവസങ്ങളിലുമൊക്കെ എക്സാമുകൾ എഴുതാൻ പോകുന്ന കുട്ടികളുണ്ട്, വ്യത്യസ്തങ്ങളായ പരീക്ഷകൾ. എല്ലാവർക്കും ഉന്നത വിജയം നൽകണയല്ല. വിശിഷ്യ ഞങ്ങളുടെ പ്രവാസികളായ സഹോദരങ്ങൾ ജീവിതത്തിൽ അഭിവൃദ്ധി നൽകണയല്ല. സങ്കടങ്ങൾ അകറ്റണയല്ല. മറ്റു പല തടസ്സങ്ങൾ മുൻപിലുള്ളവർ എല്ലാവർക്കും നീ ദൂരീകരിച്ചു കൊടുക്കണയല്ല. കുടുംബങ്ങളിൽ സമാധാനം നൽകണയല്ല. എത്രയെത്ര അസുഖബാധിതരാണ് റബ്ബന, നീ ശിഫ കൊടുക്കണയല്ല. പ്രത്യേകിച്ച് ഞങ്ങളുടെ മഅദനി ഉസ്താദിന് ശിഫ കൊടുക്കണയല്ല. ഫലസ്തീനിലെ ഞങ്ങളുടെ കുഞ്ഞുമക്കൾക്ക് നീ ശമനം കൊടുക്കണയല്ല. അർഹമുർ-റാഹിമായ തമ്പുരാനെ, ക്യാൻസർ കൊണ്ട്, ട്യൂമർ കൊണ്ട്, മറ്റു പല പ്രയാസങ്ങൾ കൊണ്ട്, ട്രാൻസ്പ്ലാന്റ്
ട്രാൻസ്പ്ലാന്റേഷന് ശേഷം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റായവർ എല്ലാവർക്കും നീ ശമനം നിൻ്റെ കാരുണ്യം കൊണ്ട് കൊടുക്കണേ അല്ല. അർഹമുറാഹിമായ കരുണക്കടലായ റഹ്മാനായ റബ്ബേ, മക്കളില്ലാതെ വേദനിക്കുന്നവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേ അല്ല. അവരുടെ കണ്ണുനീർ തുടയ്ക്കണേ അല്ല. ഗർഭിണികൾക്ക് എല്ലാ പ്രയാസങ്ങളും നീക്ക് സുഖപ്രസവം കൊടുക്കണേ അല്ല. യാ റബ്ബന, വീടില്ലാത്തവർക്ക് ഖൈറായ ഭവനം നൽകണേ അല്ല. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ അല്ല. വിദൂരമല്ലാത്ത ഭാവിയിൽ മഖബൂലായ ഹജ്ജും ഉംറയും മർളിയായ സിയാറയും ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ല. എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല, ഈമാൻ സലാമത്താക്കണേ അല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഈ സബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും നീ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.